തൈമാസത്തിലെ പൂയം നക്ഷത്രത്തിൽ ലോകമെമ്പാടുമുള്ള മുരുക ക്ഷേത്രങ്ങൾ ഭക്തിസാന്ദ്രമാവുകയാണ്. എന്തുകൊണ്ടാണ് തൈപ്പൂയം ഇത്ര വിശേഷപ്പെട്ടതാകുന്നത്? എന്തിനാണ് ഭക്തർ കഠിന വ്രതമെടുത്ത് കാവടിയേന്തുന്നത്? ഇതിന് പിന്നിൽ അതിശയിപ്പിക്കുന്ന രണ്ട് കഥകളുണ്ട്. ആദ്യത്തേത് തിന്മയ്ക്ക് മേൽ നന്മ നേടിയ വിജയത്തിന്റെ കഥയാണ്. ലോകത്തെ വിറപ്പിച്ചിരുന്ന ശൂരപത്മൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ ഭഗവാൻ മുരുകൻ പുറപ്പെട്ടപ്പോൾ ആദിപരാശക്തിയായ പാർവതിദേവി തന്റെ മകൻ നൽകിയ ദിവ്യായുധമാണ് ശക്തിവേൽ. ഈ വേൽ മുരുകന്റെ കയ്യിലെത്തിയത് ഒരു തൈപ്പൂയ നാളിലായിരുന്നു. ആ വേൽ ഉപയോഗിച്ചാണ് മുരുകൻ അധർമ്മത്തെ ഇല്ലാതാക്കിയത്. അതുകൊണ്ട് തന്നെ തൈപ്പൂയം എന്നത് ജ്ഞാനത്തിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ്. ഇനി എന്തുകൊണ്ടാണ് ഭക്തർ കാവടിയേന്തുന്നത് എന്ന് നോക്കാം. അഗസ്ത്യ മുനിയുടെ ശിഷ്യനായിരുന്നു അസുരവംശജനായ ഇടുമ്പൻ. തന്റെ തപസ്സിനായി കൈലാസത്തിൽ നിന്നും ശിവഗിരി, ശക്തിഗിരി എന്നീ രണ്ട് മലകൾ ദക്ഷിണ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ മുനി ഇടുമ്പനെ ചുമതലപ്പെടുത്തി. ഗുരുവിന്റെ ആജ്ഞയനുസരിച്ച് ഒരു വലിയ വടിയുടെ ഇരുവശത്തും മലകൾ കെട്ടി തന്റെ തോളിലേറ്റി ഇടുമ്പൻ യാത്ര തിരിച്ചു. ഇന്നത്തെ കാവടിയുടെ ആദ്യ രൂപമായിരുന്നു അത്. യാത്രയ്ക്കിടയിൽ പഴനിയിലെത്തിയപ്പോൾ ഇടുമ്പൻ ആ മലകൾ താഴെ വെച്ചു. പിന്നീട് അത് ഉയർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അവിടെ പ്രത്യക്ഷപ്പെട്ട ബാലമുരുകനുമായി ഉണ്ടായ തർക്കം യുദ്ധത്തിൽ കലാശിക്കുകയും ഇടുമ്പൻ വീണുപോവുകയും ചെയ്തു. എന്നാൽ ഇടുമ്പന്റെ കഠിനമായ ഗുരുഭക്തിയും സമർപ്പണവും തിരിച്ചറിഞ്ഞ ഭഗവാൻ അദ്ദേഹത്തിന് ജീവൻ തിരിച്ചു നൽകി. തന്നെ കാണാൻ ഇടുമ്പനെപ്പോലെ കാവടിയേന്തി വരുന്ന ഭക്തരുടെ പ്രാർത്ഥനകൾ കേൾക്കുമെന്ന് ഭഗവാൻ അനുഗ്രഹിച്ചു. അന്നു മുതൽ ഇടുമ്പൻ മുരുകന്റെ ദ്വാരപാലകനായി മാറി. ഇന്നും ഭക്തർ പഴനിയിൽ മുരുകനെ ദർശിക്കുന്നതിന് മുൻപ് ഇടുമ്പനെ വന്ദിക്കുന്നത് ഈ ഐതിഹ്യത്തിന്റെ ഭാഗമായാണ്. അമ്മ നൽകിയ വേലും ഭക്തനായ ഇടുമ്പൻ കാട്ടിയ സമർപ്പണവുമാണ് ഓരോ തൈപ്പൂയത്തിന്റെയും അന്തസത്ത്. ഈ പുണ്യദിനത്തിൽ മുരുകന്റെ പാദങ്ങളിൽ നമുക്കും അഭയം തേടാം. എല്ലാവർക്കും തൈപ്പൂയ ആശംസകൾ.